ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കോർഡിംഗ് ടു ഫങ്ഷൻ ആൻഡ് അക്കോർഡിംഗ് ടു പീരീഡ് ഓർ ടൈം. ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബേസ് ഓഫ് behaviority or variability, then identifiability or traceability, നെക്സ്റ്റ് മാനേജീരിയൽ ഡിസിഷൻ. ഇതിൻ്റെ മൂന്നിൻ്റെയും ബേസിലാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഐഡൻറ്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ബേസിൽ കോസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഡയറക്റ്റ് കോസ്റ്റെന്നും ഇൻഡയറക്റ്റ് കോസ്റ്റും രണ്ട് തരം ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റ് കോസ്റ്റ്. ഒരു കോസ്റ്റ് സെൻറ്ററിനോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിനോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ചാർജബിൾ ടു പ്രൊഡക്റ്റ്, ആക്ടിവിറ്റി ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലോ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി ചാർജ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ യൂസ് ഉണ്ടാവും, അതേപോലെ അവിടെ ലേബേഴ്സിനുണ്ടാവും. ഇതൊക്കെ ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതേപോലെ ലേബറിൻ്റെ കോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഡയറക്റ്റ് കോസ്റ്റ്. അതെന്താണ്, cannot conveniently be identified with a particular cost center or cost unit. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിനോ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിനോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകൾ, അതായത് ഡയറക്റ്റ്ലി അതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് മാനേജേഴ്സിൻ്റെ സാലറി, അതേപോലെ ഫാക്ടറി റെൻറ്റ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ആണ്. അതായത് ജസ്റ്റ് ആ പ്രൊഡക്ഷൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി ചാർജഡ് അല്ല, ആ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ആ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന മറ്റ് കോസ്റ്റുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തമായിട്ട് ചുരുക്കിയിട്ട് ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഓവർ ഹെഡ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ഓവർ ഹെഡ് എന്നാണ് എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും കൂടി നമ്മൾ പറയാം. അപ്പം ഇങ്ങനെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റ് രണ്ട് കോസ്റ്റുകളാണ് ഐഡൻറ്റിഫയബിലിറ്റീൻ്റെയും ട്രേസബിലിറ്റീൻ്റെയും ബേസിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഇസ് ബിഹേവിയർ ഓർ വാരിയബിലിറ്റി. അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വാരിയബിലിറ്റി, ഇതിൻ്റെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫിക്സഡ് കോസ്റ്റ്, ദെൻ വാരിയബിൾ കോസ്റ്റ്, നെക്സ്റ്റ് സെമി വാരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ വോളിയം എത്ര ആയിക്കോട്ടെ അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം, ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്തിൻ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ എന്ത് ചേഞ്ച് വന്നാലും തന്നെ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും റിമൈൻ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും, യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഫിക്സഡ് കോസ്റ്റിൽ വരില്ല. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് പ്രൊഡക്ഷനും ഇവിടെ ഫിക്സഡ് കോസ്റ്റുമാണ്. ഇവിടെ നമുക്ക് ഓരോ പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ 0, 100, 200, 300, ഇതൊക്കെ നമ്മളെ പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഏതൊരു പ്രൊഡക്ഷൻ്റെ ഈ ഒരു യൂണിറ്റിലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 100 പ്രൊഡക്ഷൻ 100 ആയാലും ഫിക്സഡ് കോസ്റ്റ് 50 ആയിരിക്കും, 200 ആയാലും ഫിക്സഡ് കോസ്റ്റ് 50 ആയിരിക്കും, 300 ആയാലും ഫിക്സഡ് കോസ്റ്റ് 50 എന്നായിരിക്കും. കാരണം യാതൊരു ചേഞ്ചും ഫിക്സഡ് കോസ്റ്റിൽ ഇവിടെ വരില്ല. പിന്നെ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ പറയുന്ന മറ്റ് പേരുകളാണ് ടൈം കോസ്റ്റ്, പീരീഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമൈൻ ഫിക്സഡും, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നേരത്തെ തന്നെ റെപ്രസെൻറ്റ് ചെയ്ത പോലെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ദെൻ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എത്രയാണോ പ്രൊഡക്ഷൻ
അതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് റിമൈൻ ഫിക്സഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. ഫോർ എക്സാമ്പിൾ റെൻ്റ് ആൻഡ് റേറ്റ്സ്, സാലറീസ് ആൻഡ് വേജസ്, പെർമനൻറ്റ് സ്റ്റാഫ്, ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും ഓർത്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വാരിയബിൾ കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാരിയബിൾ കോസ്റ്റിലും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വാരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി ഡയറക്ട്ലി വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. നമ്മളൊരു നേരത്തെ ചെയ്ത പോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് ഇവിടെ, പ്രൊഡക്ഷൻ ഇവിടെയാണ് വിളിക്കുക. ഇപ്പോൾ 100 യൂണിറ്റ് പ്രൊഡക്ഷനിലുള്ള വാരിയബിൾ കോസ്റ്റ് ആയിരിക്കില്ല 200 യൂണിറ്റിലുണ്ടാവുക. അപ്പോൾ നമ്മളിതിനെ നോക്കുമ്പോൾ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വാരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഓൾസോ ഇൻക്രീസ്ഡ് proportionately similar when the volume of output decrease. Total variable cost also decrease proportionately. അതായത് ഇൻപുട്ട് അതായത് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ വോളിയം ഓഫ് വാരിയബിൾ കോസ്റ്റ് കൂടുകയും, അതേപോലെ ഔട്ട്പുട്ട് കുറയുകയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യുക. അതേ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടിൽ എന്ത് ചെയ്യും, അതിലും ചെയ്തു വന്നുകൊണ്ട് ഇരിക്കും. അതാണ് വാരിയബിൾ കോസ്റ്റ്. പക്ഷേ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്, അത് പക്ഷേ റിമൈൻ ഫിക്സഡ് ആയിരിക്കും. എപ്പോഴും തന്നെ ഫിക്സഡ് ആയിരിക്കും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ അനുസരിച്ച് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന് യാതൊരു ചേഞ്ചും വരില്ല. എക്സാമ്പിൾസ് ഓഫ് വാരിയബിൾ കോസ്റ്റ്: ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, കമ്മീഷൻ. ഇതൊക്കെ എന്താണ്, വാരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. വാരിയബിൾ കോസ്റ്റ് ഓൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് കൂടിയും നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കോസ്റ്റുകളാണ് ഫസ്റ്റത്തെ ബിഹേവിയറിറ്റീൻ്റെ ബേസിലുള്ള രണ്ട് കോസ്റ്റുകൾ, ഫിക്സഡ് കോസ്റ്റും അതേപോലെ വാരിയബിൾ കോസ്റ്റും. നെക്സ്റ്റ് സെമി വാരിയബിൾ കോസ്റ്റ് ആണ്. ഇത് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വാരിയബിൾ ആയിരിക്കും. പകുതി ഫിക്സഡും ആയിരിക്കും, പകുതി എന്തായിരിക്കും, വാരിയബിളും ആയിട്ടുള്ള കോസ്റ്റാണ് സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ ഇതിനെ നമുക്ക് മിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ നമുക്ക് എന്ത് പറയാം. ടെലഫോൺ ചാർജ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, പവർ ചാർജസ്, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് സെമി വാരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പം ഇതെന്താണ്, ഫിക്സഡ് കോസ്റ്റിൻ്റെയും മിക്സാണ്, അതേപോലെ വാരിയബിൾ കോസ്റ്റിൻ്റെയും മിക്സാണ്. സോ ഇത് രണ്ടിൻ്റെയും കൂടി മിക്സായിട്ട് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് വാരിയബിളാണ്, ഇത് ഫിക്സഡും ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് ആണ്. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ദീസ് റിമൈൻ ഫിക്സഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ജംപ്ഡ് ടു ഹയർ ലെവൽ when level of activity increase beyond a certain point. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം റിമൈൻ ഫിക്സഡ് ആയിട്ടുകൊണ്ടായിരിക്കും കോസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് അവിടെ ഒരു ഇൻക്രിമെൻ്റ് വരികയാണ് ചെയ്യുക. അപ്പോൾ അത് ഹൈ ലെവലിലേക്ക് പോകും. പിന്നെയും അത് കുറച്ച് കാലത്തേക്ക് റിമൈൻ ഫിക്സഡ് ആയി നിൽക്കും. ഇങ്ങനെ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോസ്റ്റുകൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് കോസ്റ്റ് എന്നാണ് പറയുക. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ചങ്കി കോസ്റ്റ് എന്ന് പറയും. സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് എ വാരിയൻ്റ് ഓഫ് സെമി വാരിയബിൾ കോസ്റ്റ്. സെമി വാരിയബിൾ കോസ്റ്റിൻ്റെ ഒരു വാരിയൻ്റ് ആണ്. ഇൻസ്പെക്ഷൻ കോസ്റ്റ്, സൂപ്പർവൈസേഴ്സ് സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫ് വേജസ്, ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പ് കോസ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു എന്തിൻ്റെ ബേസിലുള്ളത്, ബിഹേവിയറിറ്റീൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, ദെൻ സെമി വാരിയബിൾ കോസ്റ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മാനേജീരിയൽ ഡെസിഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അത് കുറച്ചുണ്ട്. അതായത് സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്, ഔട്ട് പോക്കറ്റ് കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, റെലവൻറ്റ് കോസ്റ്റ്. ഇത്രയും ക്ലാസിഫിക്കേഷനാണ് മാനേജീരിയൽ ഡെസിഷൻ്റെ ബേസിലുള്ള കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ.
ഇത് ഒരു ഓർഗനൈസേഷനിൽ മാനേജീരിയൽ ഡെസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിംഗ് ആണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സങ്ക് കോസ്റ്റ് ആണ്. സങ്ക് കോസ്റ്റ് ആർ ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്താണ്? ഒരു പാസ്റ്റ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. These are the costs which have already been incurred as a result of the decision made in the past. പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഡെസിഷൻ എടുത്തതിൻ്റെ മുകളിൽ ഇൻക്വയർഡ് ചെയ്തിട്ടുള്ള കോസ്റ്റാണ്. അതിൻ്റെ മുകളിൽ ചാർജ് ആയിട്ടുള്ള കോസ്റ്റാണ് എന്ത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ സച്ച് കോസ്റ്റ് cannot be reversed or revised for the ഫ്യൂച്ചർ ഡെസിഷൻ. അതായത് ഇങ്ങനത്തെ കോസ്റ്റുകൾ പിന്നെ നമ്മൾ ഫ്യൂച്ചർ ഡെസിഷനിലേക്ക് അതെന്ത് ചെയ്യില്ല, റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ചെയ്യുകയോ ചെയ്യില്ല. These are not relevant for decision making. ഡിസിഷൻ മേക്കിങ്ങിന് യാതൊരു റെലവൻസും ഇല്ലാത്ത കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് പാസ്റ്റിൻ്റെ ബേസിലാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങാനൊക്കെ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? സങ്ക് കോസ്റ്റിലാണ് വരിക. നെക്സ്റ്റ് കോസ്റ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് നമ്മൾ സാക്രിഫൈസ്ഡ് കോസ്റ്റ് എന്ന് പറയും. അതായത് നമുക്കൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, ആ സാക്രിഫൈസ് ചെയ്തതിൻ്റെ മുകളിലുണ്ടാവുന്ന കോസ്റ്റാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ദ ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ്. രണ്ട് കോസ്റ്റിൻ്റെ എന്താണ്? ടോട്ടൽ, അത് തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഡിഫറൻസിനെയാണ്, രണ്ട് ഓൾട്ടർനേറ്റീവ് കോസ്റ്റിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തിനാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദ ഡിസിഷൻ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഡിസിഷൻ റിസൾട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റിനെ നമ്മൾ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് ഇസ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. ഓക്കെ, ദിസ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സങ്ക് കോസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യില്ല. പക്ഷേ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദീസ് കോസ്റ്റ് ആർ നോട്ട് ആക്ച്വലി ഇൻകേർഡ്. പക്ഷേ അത് ആക്ച്വലി അത് ഇൻകേർഡ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ ഒരു അസംഷൻ വെച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യില്ല? ദീസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ബുക്കുകളിലൊന്നും ഇതെന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് നമ്മൾ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഔട്ട് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഔട്ട് പോക്കറ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ളത് നോക്കുന്ന കോസ്റ്റാണ്. അതാണ് എന്ത്? ഔട്ട് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ കോസ്റ്റ് ആയിക്കോട്ടെ, ലേബർ കോസ്റ്റ് ആയിക്കോട്ടെ, റിപ്പയേഴ്സ് ആയിക്കോട്ടെ, റെൻറ്റ്, ഇൻഷുറൻസ്, പ്രീമിയം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഉണ്ട് ഔട്ട് പോക്കറ്റ് കോസ്റ്റ്. ഒക്കെ ഭാവിയിൽ നമുക്ക് ഉണ്ടാവേണ്ട ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള കോസ്റ്റ്. നെക്സ്റ്റ് ലേബറിന് വേജ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കും, അതും നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്. ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഔട്ട് പോക്കറ്റ് കോസ്റ്റുകളിൽ വരുന്നത്. നെക്സ്റ്റ് ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, വിച്ച് ഇസ് ഇൻകേർഡ് ഇവൻ ഇഫ് ദ പ്ലാന്റ് ഇൻ ക്ലോസ്ഡ് ഡൗൺ ടെമ്പറലി ഡ്യൂ ടു റോ മെറ്റീരിയൽ ഷോർട്ടേജ്, ലേബർ പ്രോബ്ലംസ്, ഫോൾ ഇൻ ഡിമാൻഡ്. അതായത് നമ്മുടെ പ്ലാന്റ് ക്ലോസ് ചെയ്യാണ്, ഇപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തിനൊക്കെ കാരണം? ടെമ്പററി ആയിട്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. റോ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാം, അതേപോലെ ലേബർ പ്രോബ്ലംസ് ഉണ്ടാവാം, നെക്സ്റ്റ് ഡിമാൻഡ് കുറയാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന സംഭവത്തിന് മുകളിൽ ചാർജ് ചെയ്യേണ്ട കോസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള കോസ്റ്റുകളാണ്. കാരണം അവിടെ എന്താണ്? റെൻറ്റ് കൊടുക്കേണ്ടി വരും, റേറ്റ്സ്, റിപ്രീസിയേഷൻ, മെയിൻ്റനൻസ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോസ്റ്റുകൾ അവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കും. അതിൻ്റെ മുകളിലുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാർജിനൽ കോസ്റ്റ് ആണ്. ഇറ്റ്സ് എ അഡീഷണൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള
കോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 100 യൂണിറ്റ് പ്രൊഡക്റ്റാണ്. ഇതിന് നമുക്കൊരു കോസ്റ്റ് ആവും, പക്ഷേ ഇവിടെ നമുക്ക് 10 യൂണിറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ 10 യൂണിറ്റിന് വരുന്ന കോസ്റ്റാണ് എന്ത്, അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺവേർഷൻ കോസ്റ്റ് ആണ്. കൺവേർഷൻ കോസ്റ്റ് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനുണ്ടാകുന്ന കോസ്റ്റിനാണ് നമ്മൾക്ക് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ, ഇഫ് ദ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, റോ മെറ്റീരിയലിന് നമുക്ക് എന്ത് ചെയ്യണം, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. അതിൻ്റെ മുകളിലുണ്ടാവുന്ന കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെലവൻറ്റ് കോസ്റ്റ് ആണ്. റെലവൻറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് ആർ കോൾഡ് റെലവൻറ്റ് കോസ്റ്റ്. നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റുകളാണ് റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ഫ്യൂച്ചർ കോസ്റ്റ് ദാറ്റ് വിൽ ചേഞ്ച് ഡ്യൂ ടു മാനേജീരിയൽ ഡിസിഷൻ. നമ്മളെ ഡിസിഷൻസിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഫോർ ഈച്ച് ഡിസിഷൻ ദ മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസൈഡ് വിച്ച് കോസ്റ്റ് ആർ റെലവൻറ്റ്. അപ്പം നമ്മൾ ഓരോ ഡെസിഷൻ എടുക്കുമ്പോഴും മാനേജ്മെൻറ്റ് എന്ത് നോക്കണം, നമ്മൾ ഈ കോസ്റ്റ് റെലവൻറ്റ് ആണോ എന്നുള്ളത് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിലുള്ള കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇവിടെ കഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തത്, ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഫംഗ്ഷൻ്റെ ബേസിൽ എങ്ങനെയായിരുന്നു, മാനുഫാക്ചറിങ് കോസ്റ്റ്, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ദെൻ സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് ഫിനാൻസിങ് കോസ്റ്റ്. പിന്നെ ടൈമിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ദെൻ പ്രൊഡക്റ്റ് കോസ്റ്റ്, ദെൻ പീരീഡ് കോസ്റ്റ്. പിന്നെ നമ്മൾ ബിഹേവിയറിറ്റീൻ്റെ ബേസിൽ ഐഡൻറ്റിഫയബിലിറ്റീൻ്റെ അല്ല ട്രേസബിലിറ്റീൻ്റെ ബേസിൽ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. നെക്സ്റ്റ് ബിഹേവിയറിറ്റീൻ്റെ ബേസിൽ ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെമി വാരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. ദെൻ മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിൽ സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ദെൻ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്, ഔട്ട് പോക്കറ്റ് കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ് ആൻഡ് റെലവൻറ്റ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് യൂണിറ്റ്സിനെ കുറിച്ചും കോസ്റ്റ് സെൻറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.